PSCയിലെ പരീക്ഷാ ക്രമക്കേട് പരാതിയിൽ ഇടപെട്ടിരിക്കുന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. PSC സെക്രട്ടറിയെ വിളിച്ചുവരുത്തി വിശദീകരണം തേടി. അക്കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇന്നലെ വൈകുന്നേരമാണ് സെക്രട്ടറി സാജു ജോർജ് ഗവർണറെ കണ്ടത്. പരീക്ഷാ ക്രമക്കേടിൽ സ്വീകരിച്ച നടപടികൾ എന്തെന്ന് ഗവർണർ ചോദിച്ചു. ആഭ്യന്തര അന്വേഷണം, നടപടി തുടങ്ങിയ കാര്യങ്ങൾ സെക്രട്ടറി വിശദീകരിച്ചു. സുനിഷ അയ്യലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യലൂർ, PSCയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ നിൽക്കുന്നു. രണ്ട് അന്വേഷണങ്ങൾ നടക്കുന്നു. ഒന്ന് ആഭ്യന്തര അന്വേഷണം, മറ്റൊന്ന് സർക്കാരിന്റെ SIT അന്വേഷണം. ഇതിനിടയ്ക്ക് ഗവർണർ എന്തിനാണ് PSC സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? നേരത്തെ DGP വിളിച്ചു വരുത്തിയത് വലിയ വിമർശനത്തിന് വിധേയമായിരുന്നു. സുനിഷ അയ്യലൂർ. അതാണ് അരുൺ, നിലവിലിപ്പോൾ ഈ PSCയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുയർന്ന പരാതികളിൽ ഗവർണർ ഇടപെടുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം PSC സെക്രട്ടറിയെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയത്. സാജു ജോർജിനെ ഇന്നലെ വൈകുന്നേരം വിളിച്ചു വരുത്തുകയും ഏതൊക്കെ രീതിയിലാണ് നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത്, ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചിട്ടും എന്തൊക്കെ നടപടി അത് PSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഗവർണർ പ്രധാനമായും ചോദിച്ചത്. അതിനേതായാലും PSC സെക്രട്ടറി കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിലെടുത്തിരിക്കുന്ന നടപടികളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് തുടരുകയാണ്. അതുമായി PSC പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടി ഇപ്പോൾ PSCയുടെ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിൽ ഇടപെടൽ നടത്താമെന്നുള്ളതാണ് ഗവർണർ ആലോചിക്കുന്നത്. നേരത്തെ ഝാർഖണ്ഡിലും കർണാടകയിലുമെല്ലാം ഈ PSC ചെയർമാൻ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്താക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സ്ഥിതി അത് കേരളത്തിലും പറ്റുമോ എന്നുള്ളതും സംബന്ധിച്ചൊരു നിയമോപദേശം അത് ഗവർണർ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് കൈമാറിക്കൊണ്ട് സുപ്രീംകോടതിയുടെ ഇടപെടൽ കൂടി നടത്താൻ കഴിയുമോ എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ ഗവർണർ തേടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ എല്ലാം ഭാഗമായാണ് നിലവിൽ എന്താണ് സാഹചര്യം, ഏത് രീതിയിലാണ് അന്വേഷണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC ഏതൊക്കെ രേഖകൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ PSCയുടെ നിലപാട്, PSCയുടെ നടപടി എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ചോദിച്ചറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ DGP നേരത്തെ വിളിച്ചു വരുത്തി സിസ തോമസിനെതിരായ നടപടികളിൽ എന്ത് നടപടികളാണ് സ്വീകരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. അതിനിടയിലാണ് PSC സെക്രട്ടറിയെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ആരാഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏത് രീതിയിലാണ് ഗവർണർ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ക്രമക്കേടുകളിലും പരാതികളിലും ഗവർണർ ഇടപെടുന്നു, നേരിട്ട് ഇടപെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അരുൺ.